ലോകം കൊച്ചിയിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ്. കൊച്ചിയിലേക്കും നമ്മുടെ കേരള സമ്മിറ്റിലേക്കും ഇൻവെസ്റ്റ് സമ്മിറ്റിലേക്കും ഒക്കെ ഇൻവെസ്റ്റ് കേരളയിലേക്കും ഒക്കെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ് സാലി. അങ്ങനെ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? കേരളം കാണുന്ന ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ലോകത്തിന്റെ വ്യാപാര വാണിജ്യ വ്യാവസായിക മേഖല ലോകത്തിന്റെ കൊച്ചിയിലേക്ക് എത്തുന്നു എന്ന് പറയാം. കേരള ഇൻവൈറ്റിംഗ് എന്നാണ് നമ്മുടെ ആ രീതിയിൽ പ്രതിനിധികളെ ഡെലിഗേറ്റ്സിനെ മുഴുവൻ വെൽക്കം ചെയ്യുകയാണ് ഇവിടെ. ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രണ്ട് രാജ്യങ്ങളിലെ വ്യവസായ മന്ത്രിമാര്, UAE, ബഹ്റിൻ, കൂടാതെ 3 കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാനത്ത് ഭരണ സംവിധാനം മുഴുവനായി മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരും, ചീഫ് സെക്രട്ടറി അടക്കം എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും, ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം എല്ലാവരും ഇവിടെ സമ്മേളിക്കുക. അത് കേരളത്തിന്റെ തലസ്ഥാനമായി ഇന്ന് കൊച്ചി മാറി. വ്യവസായ ലോകത്തിന്റെ ആകെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി കൊച്ചി മാറി, കേരളം മാറി. വലിയ പ്രതീക്ഷയാണ് നമുക്ക്. കാരണം ചിലതൊക്കെ നടക്കും. അതെ, ഇതിന്റെ ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ ഇത് കേരളത്തെ സംബന്ധിച്ച് മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് ജിമ്മും എമർജിംഗ് കേരളയും ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ അന്നത്തെ ഒരു ഭൗതിക സാഹചര്യമല്ല ഇന്ന് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനുവേണ്ടി ഇതിലേക്ക് എത്താൻ വേണ്ടി കേരളത്തിലൊരു തുടർ ഭരണം സംഭവിച്ചാൽ ഏത് തരത്തിലാണ് ഒരു നാടിന് നേട്ടവും മാറ്റവും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. 2016 കേരളത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ച് എന്താണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ മുന്നിലോട്ട് വെച്ചത്, അത് തുടർച്ചയായി ഇങ്ങനെ ചെയ്തു പൂർത്തീകരിച്ചു വരാൻ കഴിയുന്നു. കേരളത്തിന്റെ വ്യാവസായിക ലോകത്തിന് അതിനനുസരിച്ച് വളരാനും മുന്നേറാനും കഴിയുന്ന അടിസ്ഥാന പ്രക്രിയകൾ, നടപടികൾ വർഷങ്ങളായി എടുത്ത് മുന്നോട്ട് വരുന്നു. രാജ്യത്തെ വ്യാവസായിക സൗഹൃദ നിക്ഷേപ അന്തരീക്ഷമുള്ള 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തെ ടോപ്പ് അച്ചീവറിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ എങ്ങനെ കേരളത്തിലോ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിലാണ്. അത് കേവലം ലളിതമായൊരു കാര്യമല്ല, വെറുതെ കിട്ടിയതല്ല. അതിന്റെ പിന്നിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെ, ചീഫ് സെക്രട്ടറി മുതൽ ഉദ്യോഗസ്ഥ വൃന്ദം വരെ നടത്തിയ ഒരു ഹാർഡ് വർക്കിന്റെ ഫലം ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ട് അതിനകത്ത്. പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ട് കേരള നിയമസഭ തന്നെ നിയമനിർമ്മാണം നടത്തുന്നു, ഒരു വലിയ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. ഈ സംരംഭകർക്ക് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ, അത് ചെറുതും വലുതുമായ ഏത് വ്യവസായത്തിനും ഏത് വാണിജ്യത്തിനും വ്യാപാരത്തിനും വന്നാൽ, സംരംഭകരായി വന്നാൽ അവർക്ക് അതിവേഗം അതിന്റെ നടപടികളിലേക്ക് പോകാം. ഉദ്യോഗസ്ഥ സംവിധാനത്താൽ കാലതാമസം ഉണ്ടാകില്ല. സർട്ടിഫിക്കറ്റ് സ്വിഫ്റ്റ് വഴിയൊക്കെ അതിവേഗം. ഒരു കണക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ 2 ഗവൺമെന്റുകളുടെയും പുറത്തു വന്നിരുന്നു. അതായത് നമ്മുടെ ഓരോ സംസ്ഥാനത്തും അല്ലെങ്കിൽ രാജ്യത്തും ലോകത്തും ഒക്കെ ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി എത്ര അപേക്ഷ കൊടുത്താൽ എത്ര കാലതാമസം എന്നുള്ളത് ലോകത്ത് ഏറ്റവും കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ലൈസൻസ് ലഭ്യമാകും. ദുബായിൽ പോലും ഒരു ദിവസം നമുക്ക് മിനിറ്റുകളാണ്. വെറുതെ നേടിയതല്ല. അതിന്റെ ഒരു മുന്നൊരുക്കം എന്ന് പറയുമ്പോൾ അത് പൊളിറ്റിക്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പിണറായി വിജയൻ നടത്തിയ കേരള മറ്റേ മാർച്ചുണ്ടല്ലോ, ആ മാർച്ചിൽ നിന്ന് തുടങ്ങിയ ആശയം. അദ്ദേഹം വ്യവസായികളുമായിട്ട് സംവദിച്ചു, തൊഴിൽ മേഖലയിലുള്ളവരുമായിട്ട് സംവദിച്ചു, എല്ലാ ജില്ലയിലും. എന്നിട്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് രൂപപ്പെട്ട ചില ആശയങ്ങളുണ്ട്. ആ ആശയമാണ് മുഖ്യമന്ത്രി 2 മന്ത്രിസഭകളുടെ കാലത്തായിട്ട് നടപ്പാക്കിയ നിയമപത്രികയിലേക്ക് വന്നു. ഇവിടെ ഈ സർക്കാർ രൂപീകരണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുണ്ട്, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അതിലേക്ക് സാലി പറഞ്ഞ പോലെ ആ യാത്രകളിൽ നിന്ന് കിട്ടിയ അഭിപ്രായങ്ങളെ എല്ലാം ക്രോഡീകരിച്ച് എത്തിക്കുന്നു. അത് പടിപടിയായി ചെയ്തു വരുന്നു. അതിനനുസൃതമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുന്നു. നമ്മൾ പറയുന്ന ചുവപ്പ് നാട എന്ന പരിപാടി അവസാനിപ്പിക്കുന്നു. ഉദ്യോഗസ്ഥർ ഏറ്റവും സജീവമായി തന്നെ ഈ മാറ്റത്തിന് അനുകൂലമായി അവരുടേതായിട്ടുള്ള ഇടപെടൽ. സ്വിഫ്റ്റ് പോർട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് തന്നെ വളരെ ആകാംക്ഷയോടെ ഈ നിക്ഷേപകർ ശ്രദ്ധിച്ച ഒരു സാധനമാണ്. കാരണം അത്ര വേഗതയിൽ ഒരു ലൈസൻസ് ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാനോ ഒരു നിക്ഷേപം നടത്താനോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോ ലഭിക്കുക എന്ന് പറയുന്നത് അപൂർവമാണ്. അപ്പോൾ ദുബൈയിൽ പോലും ഒരു ദിവസം എടുക്കുന്നത് നമുക്ക് മണിക്കൂറുകൾ മതി, മിനിറ്റുകൾ മതി എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ നിൽക്കാം. കാരണം ഈ നിയമ ഭേദഗതി ഒട്ടേറെ അമെൻമെൻറ്റുകൾ വന്നു. ഇന്നലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന അമെൻമെൻറ്റ് വലിയ വിവാദമാക്കാൻ കുറേ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു വ്യവസായ സ്ഥാപനത്തെ മാത്രം ലക്ഷ്യമിട്ടാണെന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. അതിന് ഇന്നലെ മന്ത്രി P. രാജുവോട് മറുപടി പറയുകയും ചെയ്തു. നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണയാണിത് എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു വ്യവസായത്തിന് വേണ്ടിയല്ല, നാടിന് വ്യവസായങ്ങൾ വരണം, പുതിയ തലമുറയ്ക്ക് തൊഴിൽ വേണം, ആളുകൾ നല്ല നിലയിൽ ജീവിക്കണം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെയൊക്കെ പോലുള്ള ജീവിത സാഹചര്യങ്ങൾ നമുക്കുണ്ടാവണം. അങ്ങനെ എല്ലാ വലിയ സ്വപ്നങ്ങളുള്ള ഒരു മുഖ്യമന്ത്രിയും ആ സ്വപ്നങ്ങളെ പിന്തുടരുന്ന ഒരു മന്ത്രിസഭയും അതിന് പൊളിറ്റിക്കലായി പിന്തുണ നൽകുന്ന ഒരു മുന്നണിയും രാഷ്ട്രീയവും
ഒക്കെ ഉള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പോസിറ്റീവ് ഈ ലോകത്തെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ഘടകം, അനുകൂല ഘടകം എന്ന് പറയുന്നത് മികച്ച കാലാവസ്ഥയാണ്, നല്ല ശുദ്ധജലം, പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം, നല്ല മാൻ പവർ. അത് പിന്നെ കാലങ്ങളായിട്ട് അതിനെ കുറെ കൂടി മൂർച്ഛിപ്പിച്ചിട്ടുണ്ട്, മൂർച്ച കൂട്ടി നമ്മളിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പം അത്തരം ഒരു അന്തരീക്ഷത്തിലാണ് മുമ്പ് പറഞ്ഞതാണ്, രാജ്യത്തെ വ്യവസായ സൗഹൃദ നിക്ഷേപ അന്തരീക്ഷമുള്ള രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാകുമ്പോൾ, ടോപ്പ് അച്ചീവർ ആകുമ്പോൾ, ആ നിലയിലേക്ക് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം നമ്മളെ എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ, അതിന് അടിസ്ഥാനപരമായി വ്യവസായ സംരംഭകരോടക്കം നടത്തിയിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട സംരംഭകരോടക്കം നടത്തിയിട്ടുള്ള ഒരു ഫീഡ്ബാക്കിൽ നിന്നാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ ആ നിലയിൽ സഹലി പറഞ്ഞ പോലെ പരിശ്രമിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഫീഡ്ബാക്കിൽ നമ്മൾക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞിരുന്നില്ല. വ്യവസായ ലോകത്തിന്റെ, സംരംഭകരുടെ ലോകത്തിന്റെ ഫീഡ്ബാക്കിൽ കേരളം ഒന്നാമതെത്തിയിരുന്നില്ല. ഇത്തവണ അതുകൂടി കഴിഞ്ഞ ദിവസം അതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് നമ്മൾ ടോപ്പ് അച്ചീവർ ആയത്. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ്, ഒരു കാലാവസ്ഥയിലാണ്, ഒരു കാലത്താണ് ഈ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഈ കൊച്ചിയിൽ ഈ സമ്മിറ്റ് നടക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇൻവെസ്റ്റ് കേരള നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം.